കിറ്റി ഇന്നൊരു ഔട്ട്റീച്ച് ആക്ടിവിറ്റി ക്യാമ്പിൽ വന്നിരിക്കുകയാണ്. വരൂ നോക്കാം ജനങ്ങളുടെ HIV-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അവർ എന്തു മറുപടിയാണ് നൽകുന്നതെന്ന്. ശരി, അപ്പോൾ ഈ സെഷൻ അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് HIV-യുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യമുണ്ടെങ്കിലും മടി കൂടാതെ ചോദിച്ചോളൂ. ചേച്ചി, ടെസ്റ്റ് ചെയ്യിക്കണമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ പേടിയും തോന്നുന്നുണ്ട് പോസിറ്റീവ് ആയാലോ എന്ന്. അതുകൊണ്ടാണ് എല്ലാ തവണയും അടിക്കുന്നത്. നോക്കൂ വിനീത്, ടെസ്റ്റ് ചെയ്യിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതുമല്ല, ടെസ്റ്റിന് മുൻപും ശേഷവും വളരെ നന്നായി നിങ്ങളുടെ കൗൺസിലിംഗ് നടക്കും. പക്ഷെ ചേച്ചി, എനിക്ക് വളരെയധികം ചോദ്യങ്ങളുണ്ട് ഈ ടെസ്റ്റിനെ കുറിച്ചും. ഇന്റർനെറ്റിലെല്ലാം നല്ല പോലെ കിട്ടുകയില്ല. പിന്നെ എന്തു ചെയ്യും? വിനീത്, ഈ കൗൺസിലിംഗ് സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പറഞ്ഞു തരും. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ സമ്മതപ്രകാരം നിങ്ങളുടെ പരിശോധന നടക്കൂ. ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് അതിന് പറയുന്നത്. കൂടാതെ HIV/AIDS ആക്ട് 2017 ഈ വ്യവസ്ഥകളെല്ലാം നൽകിയിട്ടുണ്ട്. HIV ആക്ട് എന്താണിത്? നോക്കൂ, സർക്കാർ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്, HIV/AIDS ആക്ട് 2017. ഇതിൽ HIV പരിശോധന മുതൽ ചികിത്സ വരെയും തുടർന്നും നിരവധി വ്യവസ്ഥകളുണ്ട്. ഈ ആക്ട് HIV മൂലം ഇൻഫെക്റ്റഡും അഫക്റ്റഡുമായ ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ചേച്ചി, ഒരു കാര്യം കൂടി പറഞ്ഞേ, അഥവാ ഞാൻ പോസിറ്റീവ് ആവുകയാണെങ്കിൽ എന്റെ വീട്ടുകാരോടും പറയുമോ? ഇല്ലില്ല. സ്റ്റാറ്റസ് എന്താണെന്ന കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ ഡോക്ടർക്കുമിടയിൽ മാത്രം നിലനിൽക്കും. അതിനുശേഷം ആരോടാണോ നിങ്ങൾ സ്വയം പറയുന്നത് കേവലം അവര് മാത്രം അറിയും. പിന്നെ അഥവാ ആരെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ കൗൺസിലർ നിങ്ങളുടെ പങ്കാളിയോട് പറയാൻ ശ്രമിക്കും. അങ്ങനെ അവരും തങ്ങളുടെ ടെസ്റ്റ് നടത്താൻ വേണ്ടി. പക്ഷെ അവരിൽ നിന്ന് സംഗതി എങ്ങനെ ലീക്കായാലോ? നോക്കൂ, ഏറ്റവും ആദ്യം ആ കൗൺസിലർ സാറ് കണക്കാക്കും നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളിൽ നിന്ന് HIV വരാനുള്ള ഭീഷണി ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ കൗൺസിലിംഗ് നടത്തും. അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളുടെ പങ്കാളിയോട് പറയാൻ വേണ്ടി. എന്നിട്ടും നിങ്ങൾ വിലക്കുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിച്ച ശേഷം മാത്രം നിങ്ങളുടെ പങ്കാളിയോട് പറയും. അവരുടെയും കൗൺസിലിംഗ് നടത്തും. അങ്ങനെ അവർ തങ്ങളുടെ ടെസ്റ്റ് നടത്താൻ വേണ്ടി. എന്തായാലും നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും സുരക്ഷയുടെ കാര്യമാണല്ലോ. സംഗതി ശരിയാണ് ചേച്ചി. രണ്ടുപേരും സുരക്ഷിതരായി ആരോഗ്യത്തോടെ തുടരണം. ഇത് വളരെ പ്രധാനമാണ്. പക്ഷെ ചേച്ചി, അല്പം പേടി ഇക്കാര്യത്തിലുമുണ്ട്. അതായത് കോളനിയിൽ ആളുകൾ ഇതെല്ലാം അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. വിഷമിക്കാതിരിക്കൂ. ആക്ടിന്റെ വ്യവസ്ഥകൾ ഇതുകൂടി സുനിശ്ചിതമാക്കുന്നു. അതായത് ആരുടെയും സ്റ്റാറ്റസ് ലീക്ക് ആകരുത്. പോരാത്തതിന് HIV ഉള്ള വ്യക്തിയോട് കോളേജ് അല്ലെങ്കിൽ ഓഫീസ്, വീട് അല്ലെങ്കിൽ വെളിയിൽ എവിടെയും ആകട്ടെ വിവേചനം കാണിക്കുന്നതും മോശമായി പെരുമാറുന്നതും തീർത്തും വിലക്കിയിരിക്കുന്നു. ചേച്ചി, ഇത് നല്ല കാര്യമാണ് ചേച്ചി പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV-യുടെ കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ AIDS ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.